സോ എല്ലാവർക്കും നമസ്കാരം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെൽഡിങ്ങിനകത്ത് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്ന വെൽഡിംഗ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ബേസിക്കലി വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ജോയിനിങ് മെത്തേഡ് ആണ്, അല്ലെ? ഒരു ജോയിനിങ് പ്രോസസ് ആണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതായത് ഒരു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് പ്രോസസ് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത്, അല്ലെ? വെൽഡിംഗ് എന്ന് പറയുന്നത് സംശയമൊന്നുമില്ല. അപ്പോൾ അവിടെ ഈ പറയുന്ന രീതിയിൽ ഇറ്റ്സ് എ പെർമനന്റ് ജോയിനിങ് മെത്തേഡ്, ഇറ്റ്സ് എ പെർമനന്റ് ജോയിനിങ്. അപ്പൊ അത് മറന്നു പോകരുത്. വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ജോയിനിങ് പ്രോസസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അവിടെ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ടുള്ള, അല്ലെ, ഒരു സെയിം മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രണ്ടും വെവ്വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിക്കോട്ടെ, നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ നമുക്ക് ജോയിൻ ചെയ്യണം, അല്ലെ? ഫോർ എക്സാമ്പിൾ ഇതെന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ്. സോ അടുത്ത മെറ്റീരിയൽ ഇതാണെന്നുണ്ടെങ്കിൽ ഇത് എ എന്ന് പറയുന്ന മെറ്റീരിയൽ, ഇത് ബി എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത്തരത്തിൽ ഇവിടെ വെൽഡ് ചെയ്തിട്ട് നമ്മളൊരു ബട്ട് വെൽഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പർട്ടിക്കുലർ പ്ലേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും, അല്ലെ? അപ്പൊ അത്തരത്തിൽ സിമിലർ ആയിക്കോട്ടെ ഡിസിമിലർ ആയിക്കോട്ടെ, ആ ഒരു പർട്ടിക്കുലർ മെറ്റലിനെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ജോയിൻ ചെയ്യേണ്ട ആ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു, അല്ലെ? പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടാവും. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താണ്? ഹീറ്റ് ആൻഡ് പ്രഷർ, അല്ലെ? ഈ പറഞ്ഞ രീതിയിൽ ഹീറ്റും പ്രഷറിന്റെ സഹായത്തോടു കൂടി. ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രഷർ കൊടുക്കുന്നുണ്ടാവില്ല, ചിലയിടത്ത് ഹീറ്റ് മാത്രമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന ഒരു ഹീറ്റ് ആയിക്കോട്ടെ പ്രഷർ ആയിക്കോട്ടെ, അത്തരത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ മെറ്റലിനെ ജോയിൻ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യിക്കുന്ന ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വെൽഡിംഗ് എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പോൾ രണ്ട് പൈപ്പുകൾ ആയിക്കോട്ടെ, പൈപ്പുകൾ നമുക്ക് വെൽഡ് ചെയ്യണം, അല്ലെ? പൈപ്പ് നമുക്ക് ജോയിൻ ചെയ്യണം, അല്ലെ? പൈപ്പ് ജോയിൻ ചെയ്യണം. സോ അത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ പൈപ്പ് എടുക്കുമ്പോൾ നമുക്ക് അറിയാം, ഇത്തരത്തിൽ നമുക്ക് എന്താണ് ഒരു ജോയിൻ ചെയ്തിട്ടുള്ള ഒരു എന്താണ് അതിന്റെ ഒരു ബൗണ്ടറി ഉണ്ടാവും, അല്ലെ? ഒരു കണക്ഷൻ ഉണ്ടാവും, അല്ലെ? അപ്പൊ അത്തരത്തിൽ നമുക്ക് പൈപ്പുകളെ വെൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ പെർമനന്റ് ആയിട്ട് വെൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്, ഇവിടെ നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, അതായത് ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ്, അല്ലെ? ഈ പറഞ്ഞ രീതിയിൽ ഗ്യാസ് വെൽഡിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഈ ഓക്സി അസെറ്റിലിൻ എന്ന് പറഞ്ഞാൽ? So oxyacetylene welding is a method of joining metals by heating them into a melting point using mixture of oxygen and acetylene. അപ്പൊ ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ ഈ പറയുന്ന രീതിയിൽ ഓക്സി എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്, അസെറ്റിലിൻ എന്ന് പറയുന്നത് എന്താ? അസെറ്റിലിൻ. അതുപോലെ കൊടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പം ഈ പറയുന്ന രീതിയിൽ ഓക്സിജനും അസെറ്റിലിനും ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടാവും, അല്ലെ? ഒരു മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് അസെറ്റിലിൻ. അപ്പൊ ഇവിടെ ഈ അസെറ്റിലിൻ എന്ന് പറയുന്നതാണ് ഫ്യൂവൽ ഗ്യാസ്. അപ്പൊ അസെറ്റിലിൻ എന്ന് പറയുന്നതാണ് ഇവിടെ ഫ്യൂവൽ ഗ്യാസ്. ഓക്സിജൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെ? അതിനെ കത്താൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്സിജൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബേസിക്കലി നമുക്ക് എന്താണ് ഫോം ചെയ്യേണ്ടത്? നമുക്ക് ഹീറ്റ് വേണം, അല്ലെ? നമുക്ക് എന്ത് വേണം? ഹീറ്റ് വേണം. അപ്പൊ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കത്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പൊ എന്ത് കത്തിക്കണം? ഇത്തരത്തിലുള്ള ഒരു ഫ്യൂവൽ ഗ്യാസും സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഓക്സിജനും വെച്ച് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഹീറ്റ് ഫോം ചെയ്യുന്നു, അല്ലെ? അവിടെ ഹീറ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് അകത്ത് ഏകദേശം എത്ര ഹീറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ടെമ്പറേച്ചർ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3300 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ നമ്മൾ ടെമ്പറേച്ചർ പോകുന്നുണ്ടാവും. എത്രയാണ്? 3300. അപ്പൊ 3100 മുതൽ 3300 വരെ മാക്സിമം നമുക്ക് ഈ പറയുന്ന ഓക്സി അസെറ്റിലിൻ വെൽഡിംഗിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജോയിനിങ് മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഒരു വെൽഡിംഗ് ടൈപ്പിനകത്ത് വരുന്ന ഒരു ഗ്യാസ് വെൽഡിങ്ങിനകത്ത് നമ്മൾ വരുന്ന ഒരു ടൈപ്പാണ് ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് കത്തിക്കുന്നത്? ഈ പറയുന്ന അസെറ്റിലിൻ കത്തിക്കും, അല്ലെ? ഫ്യൂവലായിട്ടുള്ള അസെറ്റിലിൻ കത്തിക്കും. അപ്പം ആ കത്തുന്നതിന് എന്ത് വേണം? സഹായത്തിന് ഓക്സിജൻ വേണം. അപ്പം ഈ പറയുന്ന രീതിയിൽ ഒരു മിക്സ്ചർ ഓഫ് അസെറ്റിലിൻ ഓക്സിജനും, ഈ പറഞ്ഞ ഓക്സിജന്റെയും അസെറ്റിലിന്റെയും ഒരു മിക്സർ ആയിരിക്കണം എന്ത് അവിടെ ഗ്യാസ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. സോ ആ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നൈറ്റ് ചെയ്യും, അല്ലെ? കത്തിക്കും. കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. സോ ആ ഹീറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? വെൽഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ചിത്രത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? സോ ആ ഒരു ചിത്രത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഈ ഒരു ചിത്രത്തിൽ നോക്കി രണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്, അല്ലെ? രണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ കളർ കൂടി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഒന്ന് നമുക്ക് മെറൂൺ അല്ലെങ്കിൽ റെഡ് പറയാം, അല്ലെ? മെറൂൺ കളർ എന്ന് പറയാം. അപ്പൊ മെറൂൺ കളർ ഉണ്ട്, ഇവിടെ മെറൂൺ കളർ ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഇവിടെ ബ്ലാക്ക് കളർ ഉണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ മെറൂൺ കളറും ഉണ്ട്, ഇവിടെ ബ്ലാക്ക് കളറും ഉണ്ട്, അല്ലെ? അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ രണ്ടും ഗ്യാസ് ആണല്ലോ. ഓക്സിജനും അസെറ്റിലിനും എന്താണ്? ഗ്യാസ് ആണ്, അല്ലെ? അപ്പൊ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഈ സിലിണ്ടേഴ്സ് ഉണ്ട്. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. അപ്പൊ ആ സിലിണ്ടർ ഓരോന്നിനും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ മെറൂൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെറൂൺ ഏതിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? അസെറ്റിലിൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഏതാണ്?
അസറ്റിലിൻ. അപ്പൊ അസറ്റിലിൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെറൂൺ കളർ ഉള്ള സിലിണ്ടർ യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ബ്ലാക്ക് അല്ലെ. അപ്പൊ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനുള്ളിൽ ഓക്സിജൻ ആയിരിക്കും. മെറൂൺ അല്ലെങ്കിൽ റെഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഉള്ളിൽ അസറ്റിലിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ അത് ആ ഒരു കളർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിനുശേഷം നമുക്ക് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്തായിരിക്കും നോക്കി കഴിഞ്ഞാൽ, ആക്ച്വലി ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ 2 സിലിണ്ടറിൽ നിന്നും പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ ഈ പറയുന്ന വെൽഡിംഗ് ടോർച്ചിലേക്ക് എത്തിക്കുന്നുണ്ടാവും. നമ്മൾ ഹോസ് ഒക്കെ ഉണ്ട് അല്ലെ, ഹോസ് വഴി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാർട്ടുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിപ്പോ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഗ്യാസ്, അപ്പൊ ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് പ്രഷർ റെഗുലേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ, പ്രഷർ റെഗുലേറ്റ് ചെയ്ത് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ റെഗുലേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പ്രഷർ റെഗുലേറ്ററിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോസ് വഴി, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹോസ് വഴി ഈ പറയുന്ന മെറൂണും അല്ലെങ്കിൽ റെഡും അല്ലെങ്കിൽ ബ്ലാക്കും ഹോസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ഓക്സിജനെയും അസറ്റിലിനെയും നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ഒരു മിക്സിംഗ് ചേമ്പർ ഉണ്ടാവും അല്ലെ, ഈ പറയുന്ന രീതിയിൽ ഒരു ബ്ലോ പൈപ്പ് ഉണ്ടാവും. അപ്പൊ ആ ബ്ലോ പൈപ്പിനുള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇതിനെ മിക്സ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം കുറച്ച് അസറ്റിലിൻ, അപ്പൊ അസറ്റിലിനും ഓക്സിജനും ഒരേ അളവിൽ നമുക്ക് മിക്സ് ചെയ്യാം. അസറ്റിലിൻ കൂട്ടി നമ്മളുടെ ഓക്സിജൻ കുറച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓക്സിജൻ കൂട്ടി അസറ്റിലിൻ കുറച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നോസിൽ വഴി നമ്മൾ പുറത്തേക്ക് എത്തും. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അതിനെ ഇഗ്നേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ, അവിടെ നമ്മൾ ഇഗ്നേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ഇഗ്നിഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് ജനറേറ്റ് ചെയ്യും അല്ലെ. സോ ആ ഹീറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? വെൽഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ് എന്തിന്റെ? ഗ്യാസ് വെൽഡിങ്ങിന്റെ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആണല്ലോ. സോ നമ്മളുടെ ഒരു പ്രിൻസിപ്പിൾ, അതിന്റെ ബേസിക് പ്രിൻസിപ്പിളിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ ഒരു ചിത്രത്തിനകത്ത് കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് ഓക്സിജനും അസറ്റിലും ചേർന്നിട്ടുള്ള മിക്സ്ചർ അല്ലെ, ആ ഒരു മിക്സ്ചർ നമ്മളുടെ ടോർച്ചിലേക്ക് വരുന്നു. ആ ടോർച്ചിൽ എന്തുണ്ടാവും? നോസിൽ ഉണ്ടാവും. നോസിൽ വഴി നമ്മൾ എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും? നമ്മളുടെ ഈ പറഞ്ഞ ഒരു വെൽഡ് ചെയ്യേണ്ട ആ ഒരു ഏരിയ ഏതാണോ, വെൽഡ് ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ അവിടെ ഈ പറയുന്ന രീതിയിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ആ കമ്പഷന്റെ ഫലമായിട്ട് അല്ലെ, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കമ്പഷന്റെ ഫലമായിട്ട് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് അവിടെ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ ഏരിയ ഫ്യൂസ് ആവുന്നുണ്ടാവും. സോ അതിലേക്ക് നമുക്ക് അഡീഷണൽ മെറ്റൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫില്ലർ റോഡുകൾ ഉണ്ടാവും. ഫില്ലർ റോഡുകൾ അല്ലെ, ഫില്ലർ റോഡുകളോട് അവർ കൊടുക്കുന്നുണ്ടാവും. സോ എത്തരത്തിൽ ഫില്ലർ റോഡ് എന്ത് ചെയ്യും? ഇത് ഫ്യൂസ് ആയിട്ട് ഇതിനകത്തേക്ക് വീഴുന്നുണ്ടാവും. സോ അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു നമ്മളുടെ വെൽഡിങ്ങിന്റെ പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ അത് തന്നെയാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ എങ്ങനെയാണ്? ആ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്യാസസ് യൂസ് ചെയ്യുന്നു. ഓക്സിജൻ ആയിക്കോട്ടെ, അസറ്റിലിൻ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഗ്യാസസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കണം. അതായത് PSC പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 2 സിലിണ്ടേഴ്സുകൾ ഉണ്ടാവും അല്ലെ. ഏതൊക്കെയാണ്? ഓക്സിജൻ ഗ്യാസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സിലിണ്ടർ ഉണ്ടാവും. അതുപോലെ തന്നെ അസറ്റിലിൻ അല്ലെ, അസറ്റിലിനും ഗ്യാസും സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സിലിണ്ടർ ഉണ്ടാവും. അപ്പൊ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ നമ്മൾ കളർ ചെയ്തിരിക്കുന്നത്, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പെയിന്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലായിരിക്കും. മറന്നുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇത് കണ്ടിന്യൂസ് ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ്. എന്താണ് ഈ പറയുന്ന രീതിയിൽ ഗ്യാസ് സിലിണ്ടർ ഏത് ഗ്യാസ് ആണ്? ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഏത് കളറിലാണ് അത് പെയിന്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ ആണ്, മറന്നു പോകരുത്. 2, ദ കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ. ഈ ഓക്സിജൻ സിലിണ്ടർ കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകല്ലേ, 7 മീറ്റർ ക്യൂബ് ആണ് അല്ലെ. മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വോളിയം ആണ്. അപ്പം മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് വോളിയം ആണ്. എത്രയാണ്? 7 മീറ്റർ ക്യൂബ് ആണ്. അപ്പം ഓക്സിജൻ സിലിണ്ടറിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 മീറ്റർ ക്യൂബ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണിത്. മൂന്നാമത് മനസ്സിലാക്കേണ്ടത് സ്റ്റോറേജ് പ്രഷർ അല്ലെ. ഈ പറയുന്ന നമ്മുടെ ഓക്സിജൻ ആ ഒരു സിലിണ്ടറിനുള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പ്രഷർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120 മുതൽ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 120 മുതൽ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് സ്റ്റോറേജ് പ്രഷർ എന്ന് പറയുന്നത്, മറന്നു പോകരുത്. അതല്ലെന്നുണ്ടെങ്കിൽ അതിന് മെഗാ പാസ്കലിലേക്ക് വരുമ്പോൾ ഏകദേശം 14 മെഗാ പാസ്കൽ ആണ്. അപ്പൊ മെഗാ പാസ്കലിലാണ് നമ്മുടെ ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ 14 മെഗാ പാസ്കൽ ആണ്. ഓക്കെ, ദെൻ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ വാൽവ് ആർ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. ഓക്കെ, അത് മറന്നുപോലെ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. അപ്പോ ഈ ഓക്സിജൻ സിലിണ്ടറിന് നമുക്കറിയാം, നേരത്തെ പറഞ്ഞല്ലോ ഈ പറയുന്ന വാൽവുകളൊക്കെ ഉണ്ടല്ലോ, വാൽവ് അതിന് വേണ്ടിയിട്ട് നമുക്കത് ഫിക്സ് ചെയ്യണമെങ്കിൽ സ്ക്രൂ ഉണ്ടാവും അല്ലെ, ഒരു ത്രെഡ് ഉണ്ടാവും. ആ ത്രെഡ് എന്ന് പറയുന്നത് ഓക്സിജൻ സിലിണ്ടർ ആകുമ്പോൾ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്.
ഓക്സിജൻ സിലിണ്ടർ ആകുമ്പോൾ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. അപ്പൊ ഓക്സിജൻ സിലിണ്ടറിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന രീതിയിൽ പ്രഷർ ഗേജ് ഫിറ്റ് ചെയ്യണം. അപ്പൊ പ്രഷർ ഗേജ് നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്ക്രൂ ചെയ്ത് വെക്കുന്നുണ്ടാവും അല്ലെ, പിരിച്ച് വെക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തില് അവിടെ എന്തുണ്ടാവും, പിരി ഉണ്ടാവും. ആ ത്രെഡ് എന്ന് പറഞ്ഞാൽ പിരി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളത് റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ്. അതായത് നമ്മൾ ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, തിരിക്കണം. അപ്പൊ അതാണ് റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും 4 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഒന്ന്, ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ആണ്. 2, ഓക്സിജൻ സിലിണ്ടറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 മീറ്റർ ക്യൂബ് ആണ്. 3, ഇതിന്റെ സ്റ്റോറേജ് പ്രഷർ എന്ന് പറയുന്നത് 120 മുതൽ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 4, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാൽവ് അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ഇനി രണ്ടാമത് നോക്കേണ്ടത്, ഇനി അടുത്ത സിലിണ്ടർ ഏതാണ്, അസെറ്റിലിൻ സിലിണ്ടർ ആണ്. അപ്പൊ അസെറ്റിലിൻ സിലിണ്ടർ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അസെറ്റിലിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാര്യം അതെന്താണ്, ഹൈ പ്രഷറിൽ അസെറ്റിലിൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഡിസോൾവ്ഡ് ആയിട്ടുള്ള അസെറ്റിലിൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അതിനെ നമ്മൾ DA എന്ന് പറയാം. അപ്പം DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോൾവ്ഡ് അസെറ്റിലിൻ ആണ്. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ DA ഗ്യാസ് സിലിണ്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണത്, അത് ഡിസോൾവ്ഡ് അസെറ്റിലിൻ ആണ്. സോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തില് നമ്മളുടെ ഈ പറയുന്ന അസെറ്റിലിൻ എന്ന് പറയുന്ന ഫ്യൂവൽ ഗ്യാസ് ആണ് അല്ലെ, ഫ്യൂവൽ ആണ് അല്ലെ, നമുക്കറിയാം കത്താൻ ഉപയോഗിക്കുന്നതാണ് ഫ്യൂവൽ എന്ന് പറയുന്നത്. സോ അത്തരത്തില് ഒരു ഫ്യൂവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ പ്രഷറൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ എന്താണ്, നമുക്ക് ഈ പറയുന്ന ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡിസോൾവ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഗ്യാസ് സിലിണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യണമല്ലോ. നമ്മുടെ 2 സിലിണ്ടർ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏതിലാണ് ഓക്സിജൻ എന്നും ഏതിലാണ് അസെറ്റിൽ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. എന്നാൽ മാത്രമല്ല നമുക്ക് അതിനകത്ത് പ്രഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ അസെറ്റിലിൻ സിലിണ്ടർ എന്ന് പറയുന്നത് മെറൂൺ കളറിലായിരിക്കും. അപ്പൊ അസെറ്റിലിൻ സിലിണ്ടർ എന്ന് പറയുന്നത് മെറൂൺ കളറിലായിരിക്കും. സ്റ്റോറേജ് കപ്പാസിറ്റി ഒന്ന് കുറഞ്ഞു, ദാറ്റ് ഈസ് 6 മീറ്റർ ക്യൂബ് ആയിരിക്കും. സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്, 6 മീറ്റർ ക്യൂബ്. അപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ എത്രയാണ്, 7 മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, സ്റ്റോറേജ് പ്രഷറിലേക്ക് വരുമ്പോൾ അത് 15 മുതൽ 16 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 15 മുതൽ 16 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് പ്രഷർ, സ്റ്റോറേജ് പ്രഷർ ഓഫ് അസെറ്റിലിൻ ഇൻ അസെറ്റിലിൻ സിലിണ്ടർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം 1.5 മെഗാ പാസ്കൽ, അറൌണ്ട് 1.5 മെഗാ പാസ്കൽ ആണ്. അപ്പം ഒരു 14 മെഗാ പാസ്കൽ പറഞ്ഞിരുന്നു. 14 മെഗാ പാസ്കൽ പറഞ്ഞ ഏതായിരുന്നു, നമ്മളുടെ ഓക്സിജൻ സിലിണ്ടറിലാണ്, ഈ മെഗാ പാസ്കൽ. അപ്പൊ അതുപോലെ തന്നെ 1.5 അല്ല, വളരെ ചെറിയൊരു പ്രഷറാണ്. 1.5 മെഗാ പാസ്കൽ ആണ് എന്ത്, ഇത്തരത്തിൽ അസെറ്റിലിൻ്റെത് അല്ലെ, കമ്പയർഡ് ടു ഓക്സിജൻ എന്ന് പറയുന്നത്. സോ അസെറ്റിലിൻ ഗ്യാസ് സിലിണ്ടർ ഹാവ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ്. അപ്പൊ അസെറ്റിലിന്റെ ആ ഒരു ത്രെഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു പ്രഷർ ഗേജ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഷർ ഗേജ് തന്നു. അപ്പൊ പ്രഷർ ഗേജ് നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പൊ കൃത്യമായിട്ട് റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും അറിയാണ്ട് നമ്മൾ അതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ത്രെഡ് എന്ത് ചെയ്യുന്നു, അത് ബോൺ ഔട്ട് ആകും അല്ലെ, ഈ പറഞ്ഞ ത്രെഡ് നാശമായി പോകും. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ത്രെഡിന്റെ കാര്യം വരെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അത് വരെ നമുക്ക് എന്ത് ചെയ്യാം, PSCയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പൊ അസെറ്റിലിൻ ഗ്യാസ് സിലിണ്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാൽവ് അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ്, വാൽവുകളിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണ്. സ്റ്റോറേജ് പ്രഷർ എന്ന് പറയുന്നത് 15 മുതൽ 16 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്, മറന്നു പോകരുത്. സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 മീറ്റർ ക്യൂബ് ആണ്. കളർ എന്ന് പറയുന്നത് മെറൂൺ ആണ്. ഓക്കെ, നമ്മൾ ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ് നമ്മൾ അസെറ്റിൽ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നത്, സിലിണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ് ഗ്യാസ് റെഗുലേറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഈ പറഞ്ഞ രീതിയിൽ ഗ്യാസിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്യാസ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ സിലിണ്ടറിനുള്ളിലുള്ള പ്രഷർ നമ്മൾ പഠിച്ചു. സിലിണ്ടറിനുള്ളിൽ ഓക്സിജന്റെ പ്രഷർ എത്രയായിരുന്നു, 120 to 150 ആയിരുന്നു അല്ലെ, 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലായിരുന്നു അതിന്റെ പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീറ്റ് വെച്ചിട്ട് അതായത് അസെറ്റിലിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അസെറ്റിലിന്റെ പ്രഷർ എത്രയായിരുന്നു, 15 മുതൽ 16 ആയിരുന്നു അല്ലെ, 15 മുതൽ 16 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു, കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്തരത്തില് ഈ സിലിണ്ടറിനുള്ളിലുള്ള പ്രഷർ ആയിരിക്കണം എന്നില്ല നമുക്ക് വേണ്ടുന്നത് എന്ത്, വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ വെൽഡ് ചെയ്യേണ്ടടുത്ത് വേണ്ടുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇത്രയൊന്നും വേണമെന്നില്ല. അപ്പൊ അതിനെ എന്ത് ചെയ്യണം, നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യണം, അതിനെ റെഗുലേറ്റ് ചെയ്യണം അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ കുറയ്ക്കേണ്ടടുത്ത് കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, വേണ്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെൽഡ് ചെയ്യേണ്ടത്. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന സിലിണ്ടറിനുള്ളിലുള്ള പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടിയിട്ടുണ്ട്, ഗ്യാസ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടതാണ്. എന്താ, ഗ്യാസ് റെഗുലേറ്റേഴ്സ്. അപ്പം ഇത്തരത്തില് ഓക്സിജനും റെഗുലേറ്റർ ഉണ്ടാവും, അസെറ്റിലിനും റെഗുലേറ്റർ ഉണ്ടാവും. അപ്പൊ നേരത്തെ പറഞ്ഞ ഓക്സിജന്റെ റെഗുലേറ്റർ നമുക്ക് ഏത് തരത്തിലുള്ള ത്രെഡ് ആയിരിക്കും, ഓക്സിജൻ ആകുമ്പോൾ അത് റൈറ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും.
അസറ്റിലിൻ ആകുമ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആയിരിക്കും. അപ്പൊ അത്തരത്തില് ആ ഒരു നോസിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് ടൈറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ബോത്ത് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ റെഗുലേറ്റേഴ്സ് ആർ ദെയർ. ഈ പറഞ്ഞ ഓക്സിജന്റെ ഒരു റെഗുലേറ്റർ ഉണ്ടാവും, അസറ്റിലിനും റെഗുലേറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെഗുലേറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഗ്യാസ് പ്രഷർ അക്കോർഡിംഗ് ടു ദ റിക്വയർഡ് വർക്കിംഗ് പ്രഷർ. അതായത് നമുക്ക് വേണ്ടുന്ന പ്രഷർ, അതിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് പ്രഷർ. അപ്പോ ഈ സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസ് പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടുന്ന വർക്കിംഗ് പ്രഷറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗ്യാസ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ദ ബ്ലോ പൈപ്പ്. ഈ പറഞ്ഞ ബ്ലോ പൈപ്പിലേക്ക് ഒരു കോൺസ്റ്റന്റ് റേറ്റ്, അല്ലെ, ഒരു നിശ്ചിത റേറ്റിൽ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഗ്യാസിനെ നമുക്ക് ഫ്ലോ ചെയ്യിക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നു, റെഗുലേറ്റേഴ്സ് അയക്കുന്നു. അപ്പൊ റെഗുലേറ്റേഴ്സ് നമുക്ക് വേണ്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ഈ പറയുന്ന രീതിയിൽ പ്രഷർ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലോ കൺട്രോൾ ചെയ്യാനുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത് നമുക്ക് ഈ പറയുന്ന റബ്ബർ ഹോസ് കണക്ഷൻ ആണ്. ഈ പറയുന്ന രീതിയിൽ നമുക്ക് അറിയാലോ, ഹോസ് കണക്ട് ചെയ്യണമല്ലോ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹോസ് കണക്ട് ചെയ്യണ്ടേ. അപ്പൊ ആ ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിപ്പിൾ പോലെ ഒരു സാധനമാണ് ഈ പറഞ്ഞ ഹോസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് നമ്മൾ നോക്കേ, ഇവിടെ രണ്ട് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലെ, രണ്ട് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നമുക്ക് ഈ ചിത്രം രണ്ടും നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ട്, അല്ലെ. ഇവിടെ ഒരു ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ, ഇവിടെ ഒരു ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും, അത് ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അസറ്റിലിൻ ആയിരിക്കും. അപ്പൊ അസറ്റിലിന്റെ കണക്ഷനാണ് ഗ്രൂവ് കട്ട് ചെയ്തത്. അപ്പൊ അസറ്റിലിന്റെ കണക്ഷൻ ഗ്രൂവ് കട്ട് ചെയ്ത സ്ഥിതിക്ക് അതിന്റെ ഉള്ളിലുള്ള ത്രെഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും, അത് ഈ പറഞ്ഞ രീതിയിൽ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആയിരിക്കും, അല്ലെ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇത് അസറ്റിലിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെ. അപ്പൊ ഇത് നമുക്കറിയാം അസറ്റിലിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ ആണ്. അതിനകത്ത് എന്ത് കട്ട് ചെയ്തിട്ടുണ്ട്, ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ഹാൻഡ് ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. അപ്പൊ നമ്മൾ തിരിക്കുമ്പോൾ അത് ലെഫ്റ്റിലേക്ക് തിരിച്ചു വേണം, നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് തിരിച്ചു വേണം അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് നോർമൽ ടൈപ്പ്, അല്ലെ. ആ നോർമൽ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ഓക്സിജന് വേണ്ടിയിട്ടുള്ളതായിരിക്കും, അല്ല, അത് ഓക്സിജന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതെന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ സാധാരണ തിരിക്കുന്ന പോലെ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചിട്ട് നമുക്കത് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള റബ്ബർ ഹോസ് കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, യൂസ്ഡ് ടു ക്യാരി ഗ്യാസ് ഫ്രം ദ റെഗുലേറ്റർ ടു ദ ബ്ലോ പൈപ്പ്. ഈ പറഞ്ഞ റെഗുലേറ്ററിൽ നിന്നും നമ്മുടെ കയ്യിലുള്ള ബ്ലോ പൈപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും, അല്ലെ, ഒരു ഹോസ് ഉണ്ടാവും. അതാണ് ഹോസ് എന്ന് പറയുന്നത്. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രോങ് ക്യാൻവാസ് റബ്ബർ ഹാവിംഗ് ഗുഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പം ഇത്തരത്തിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്യാൻവാസ് റബ്ബർ കൊണ്ടായിരിക്കുന്നത്, റബ്ബർ ട്യൂബ് ആയിരിക്കും അല്ലെങ്കിൽ റബ്ബർ ഹോസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്സിജനും അസറ്റിലിനും കൊണ്ടുപോകാൻ രണ്ട് ട്യൂബുകൾ ഉണ്ടാവും, അല്ലെ, രണ്ട് ഹോസുകൾ ഉണ്ടാവും. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഹോസ് ഏതിന് യൂസ് ചെയ്യുന്നു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനും എന്തുണ്ടാവും, കളേഴ്സ് ഉണ്ടാവും. അപ്പൊ അത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, നമുക്കറിയാം ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ അത് ഓക്സിജൻ ആയിരിക്കും, അല്ലെ. മെറൂൺ അല്ലെങ്കിൽ റെഡ് ആണെന്നുണ്ടെങ്കിൽ അത് അസറ്റിലിൻ ആയിരിക്കും, അല്ലെ, അസറ്റിലിൻ ആയിരിക്കും. ഓക്കെ, ഫൈൻ. സോ കണക്റ്റഡ് ടു റെഗുലേറ്റർ വിത്ത് ഹെൽപ്പ് ഓഫ് യൂണിയൻ. അപ്പൊ ഈ പറഞ്ഞ ഇതിൽ യൂണിയന്റെ സഹായത്തോടു കൂടിയാണ്, അല്ലെ. യൂണിയൻസ് അറിയാലോ, നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂണിയൻ, അല്ലെ. അപ്പൊ യൂണിയന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്, ഈ പറയുന്ന റബ്ബർ ഹോസുകൾ കണക്ട് ചെയ്യുന്നത്, അല്ലെ, റബ്ബർ ഹോസുകൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന യൂണിയൻ, അപ്പൊ തന്നിരിക്കുന്ന യൂണിയനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, അവിടെ ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ, ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഗ്രൂവ് കട്ട് ചെയ്തത് ഏതായിരിക്കും, അസറ്റിലായിരിക്കും. അതുപോലെ ഗ്രൂവ് കട്ട് ചെയ്യാത്ത ഏതായിരിക്കും, ഓക്സിജൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഈ റെഗുലേറ്റേഴ്സ് കണക്ട് ചെയ്യുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയാണ്, യൂണിയന്റെ സഹായത്തോടു കൂടിയാണ്. ആ യൂണിയനകത്ത് തന്നെ നമുക്ക് റൈറ്റ് ഹാൻഡഡ് യൂണിയൻ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡഡ് യൂണിയൻ ഉണ്ട്. റൈറ്റ് ഹാൻഡഡ് യൂണിയൻ നമുക്ക് യൂസ് ചെയ്യുന്നത് ഓക്സിജന് വേണ്ടിയിട്ടാണ്. ലെഫ്റ്റ് ഹാൻഡഡ് യൂണിയൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് നമുക്ക് ആ ഒരു നെറ്റിനകത്ത് എന്ത് കട്ട് ചെയ്തിട്ടുണ്ടാവും, ചെറിയ ഗ്രൂവുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് അതിന്റെ ടൂൾസുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ രീതിയിൽ എന്തൊക്കെ ടൂൾസ് ആണ്, അപ്പം ഈ പറഞ്ഞ ടൂളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരും. അത് ഏത് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഗ്യാസ് വെൽഡിംഗ് ടൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഒന്നുമില്ല, ഒരു ഡബിൾ എൻഡഡ് സ്പാനർ ആണ്. ഓക്കെ, നമുക്കറിയാലോ, നട്ട് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പാനേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്, ഈ ഡബിൾ എൻഡഡ് സ്പാനേഴ്സ് നമ്മൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. സോ അത് മറന്നു പോരുത്, ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ. ഏതാണ്? ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ ആണ്, മറന്നുപോലെ. ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ കൊണ്ടാണ് ഗ്യാസ് വെൽഡിംഗ് ടൂൾ ആയിട്ടുള്ള ഡബിൾ എൻഡഡ് സ്പാനേഴ്സ് യൂസ് ചെയ്തത്, അല്ലെ. ഡബിൾ എൻഡഡ് സ്പാനേഴ്സും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ കൊണ്ടാണ്. ഓക്കെ ആണോ? സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പോർഷൻസ് കാണാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.